മാനുഫാക്ചറേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെയോ അടുത്തുനിന്ന് പ്രൊഡക്ട്സ് ബൾക്കായി എടുത്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് മാർജിൻ ഇത്ര പെർസെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് എന്ന രീതിയിൽ കൂടെ ആഡ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനെയാണ് നമ്മൾ റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫാഷൻ ആൻഡ് അപ്പാരൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള സാരീസ്, കുർത്തീസ്, ട്രഡീഷണൽ വെയറൊക്കെ അങ്ങനത്തെ ഐറ്റംസ്, അതായത് ഫെസ്റ്റിവൽസിന്, വെഡ്ഡിങ്സിനൊക്കെ വെയർ ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് വിൽക്കാം. ഇല്ലെങ്കിൽ കാഷ്വൽ ആൻഡ് ആക്റ്റീവ് വെയർ ആയിട്ടുള്ള ടീഷർട്ട്സ്, ജോഗേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഷ്വൽ ആയിട്ടുള്ള എപ്പോഴും ഡിമാൻഡിലുള്ള ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള അതുപോലെ തന്നെ യൂത്ത് പോപ്പുലേഷന് ആവശ്യമുള്ള രീതിയിലുള്ള ഫാഷൻ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വിൽക്കാം. ഇതിൽ തന്നെ വരുന്നതാണ് ആക്സസറീസ്, ബാഗ്സ്, വാലറ്റ്സ്, ബെൽറ്റ്സ്, ഫാഷൻ ജ്വല്ലറി, ഇങ്ങനെയൊക്കെയുള്ള യുണീക്ക് ആയിട്ടുള്ളതും ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് കുറച്ചുകൂടി നന്നാവും. കാരണം അത് വേറെ എവിടെയും കിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു സിഗ്നേച്ചർ സാധനമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് കൂടുതൽ സെല്ലാവാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി പ്രൊഡക്ട്സിന് ക്വാളിറ്റി വേണം. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രൊഡക്ട്സ് വിൽക്കുക എന്നുള്ളത്. ആയുർവേദിക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഹെർബൽ സപ്ലിമെൻറ്റ്സ്, നാച്ചുറൽ സ്കിൻ കെയർ, വെൽനസ് പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻക്രീസിംഗ്ലി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഗ്രോയിങ് ബിസിനസ്സാണ്. അപ്പോൾ ഹെൽത്ത് അവെയർനെസ് കൂടുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിന് ഡിമാൻഡും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഫോക്കസ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹോം വർക്കൗട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ് ബാൻഡ്സ്, അല്ലെങ്കിൽ ഡംബൽസ്, യോഗ മാറ്റ്സ്, ഫിറ്റ്നസ് ട്രാക്കേഴ്സ്, ഇതൊക്കെ നമുക്ക് റീസെല്ലിംഗ് വഴി വിൽക്കാൻ സാധിക്കുന്ന ഡിമാൻഡുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെയാണ് ഓർഗാനിക് ഫുഡ്സ്, അതായത് ഓർഗാനിക് സ്നാക്സ്, സ്പൈസസ്, ഹെൽത്ത് ഫുഡ്സൊക്കെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റംസാണ്. എസ്പെഷ്യലി ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ആളുകളുടെ പ്രിഫറൻസിനായിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് റീസെല്ലിംഗ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കാറ്റഗറിയാണ് സ്മാർട്ട് ഫോൺസും അതിൻ്റെ ആക്സസറീസും വിൽക്കുക എന്നുള്ളത്. കേസസ്, അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ, പവർ ബാങ്ക്, ബ്ലൂടൂത്ത് ഇയർഫോൺസ്, ഇതൊക്കെ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ ഡിമാൻഡിലുള്ള ഐറ്റംസാണ് അതിൻ്റെ മൊബൈൽ ആക്സസറീസ് എന്ന് പറയുന്നതും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വെയറബിൾ ടെക്, അതായത് സ്മാർട്ട് വാച്ചസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ബാൻഡ്സ്, അതും അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഹോം ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ബൾബ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന നല്ല ഡിമാൻഡിലുള്ള പ്രൊഡക്ട്സാണ്. റീസെല്ലിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് വിൽക്കുക എന്നുള്ളത്. ഇതിൽ തന്നെ സ്മോൾ അപ്ലയൻസസ് ആയിട്ടുള്ള എയർ ഫ്രയേഴ്സ്, അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡേഴ്സ്, ഇലക്ട്രിക് കെറ്റിൽസ്, റൈസ് കുക്കേഴ്സ്, ഇതൊക്കെ എപ്പോഴും എസെൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എപ്പോഴും ഫ്രീക്വൻ്റ്ലി ആളുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റീസെല്ലിംഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഹോം ഡെക്കോർ ഐറ്റംസ്, വോൾ ആർട്ട്, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, ഇൻഡോർ പ്ലാന്റ്സ്, ഇതൊക്കെ ആളുകൾ കൂടുതലായിട്ട് അവർ നിൽക്കുന്ന ആ ഒരു ലിവിങ് സ്പേസസ് കുറച്ചുകൂടി ഭംഗിയാക്കി വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയകളാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓർഗനൈസേഷണൽ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റോറേജ് ബോക്സസ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റാക്സ്, അങ്ങനെയുള്ള പ്രൊഡക്ട്സും ഡിമാൻഡിലുള്ള ഐറ്റംസ് തന്നെയാണ്. സ്റ്റോറേജ് സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ്. മറ്റൊരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിട്ടുള്ള നാച്ചുറലും ഓർഗാനിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഫേസ് മാസ്ക്, സെറംസ്, മോയ്സ്ചറൈസേഴ്സ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഷാംപൂസ്, കണ്ടീഷണേഴ്സ്, ഹെയർ ഓയിൽസ്, എന്തെങ്കിലും ഹെയർ സ്റ്റൈലിംഗ് ടൂൾസ്, ഇതൊക്കെ എപ്പോഴും ഡിമാൻഡിലുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെയാണ് കോസ്മെറ്റിക്സ്, ലിപ്സ്റ്റിക്സ്, ഫൗണ്ടേഷൻസ്, മേക്കപ്പ് കിറ്റുകൾ, ഇതൊക്കെ വെൽ നോൺ ആയിട്ടുള്ള ട്രെൻഡിങ് ബ്രാൻഡ്സിൻ്റെതൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് നല്ല സ്കോപ്പുള്ള മേഖലകളാണ്. മറ്റൊരു ഓപ്ഷനാണ് ബേബി പ്രൊഡക്ട്സ് വിൽക്കുക എന്നുള്ളത്. ബേബി ക്ലോത്ത്സ് അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ്, സോഫ്റ്റ് ക്ലോത്തിങ്, ബിബ്സ്, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബേബി എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റ് ഐറ്റംസ്, ഇതെല്ലാം ന്യൂ പാരൻസ് സെർച്ച് ചെയ്യുന്ന ഐറ്റംസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ടോയ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രൊഡക്ട്സ് വരുന്നത്. എഡ്യൂക്കേഷണൽ ടോയ്സ്, പസിൽസ്, ബേബി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സൊക്കെ എപ്പോഴും ഡിമാൻഡിലുള്ള ഐറ്റംസാണ്. എസ്പെഷ്യലി ഇപ്പോൾ കൂടുതൽ പാരൻസും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിന് ഇപ്പോൾ ഡിമാൻഡുണ്ട്. ഏഴാമത്തെ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഹോം ഇംപ്രൂവ്മെൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. DIY ടൂൾസ് ആയിട്ടുള്ള ഹാൻഡ് ടൂൾസ്, പവർ ടൂൾസ്, റിപ്പയർ കിറ്റ്സൊക്കെ ഹോം ഇംപ്രൂവ്മെൻറ്റിൽ താല്പര്യമുള്ള ആളുകൾ
ചൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഗാർഡനിങ് സപ്ലൈസ് ഉണ്ടല്ലോ, സീഡ്സ്, പോട്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, മറ്റ് ഹോം ഗാർഡനിങ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ളൊരു ഓപ്ഷനാണ് ക്ലീനിങ് സപ്ലൈസ് കൊടുക്കുക എന്നുള്ളത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലീനിങ് ടൂൾസ്, എക്കോ ഫ്രണ്ട്ലി ക്ലെൻസേഴ്സ്, ഹോം ഓർഗനൈസേഷണൽ പ്രൊഡക്ട്സ്, ഇതൊക്കെ ഓഫർ ചെയ്യാവുന്നതാണ് ഹോം ഇംപ്രൂവ്മെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ. മറ്റൊരു കാറ്റഗറിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഗാഡ്ജറ്റ്സ്, ഹെഡ്ഫോൺസ്, ഇയർബഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാം. അതുപോലെ തന്നെ ഗെയിമിംഗ് ആക്സസറീസ്, കൺട്രോളേഴ്സ്, ഗെയിമിംഗ് മൈസ്, കീബോർഡ്സ്, മറ്റ് ആക്സസറീസൊക്കെ നമ്മുടെ ഗെയിമർ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് ഓഫർ ചെയ്യാം. അതുപോലെ തന്നെയാണ് ടാബ്ലറ്റ്സും അതുപോലെ ലാപ്ടോപ്സൊക്കെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ്. മറ്റൊരു കാറ്റഗറിയാണ് ബുക്സ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ബുക്സ് പ്രൊവൈഡ് ചെയ്യുക. ഇതെപ്പോഴും ഡിമാൻഡിലുള്ള ബുക്സാണ്, ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ്. എസ്പെഷ്യലി ആളുകൾ കരിയർ ഗ്രോത്തിന് അല്ലെങ്കിൽ വെൽനെസ്സിന്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾ വായിക്കാനായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബുക്സാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെയാണ് കസ്റ്റമൈസ്ഡ് സ്റ്റേഷനറി, ഡയറീസ്, പ്ലാനേഴ്സ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് നോട്ട്ബുക്സൊക്കെ നിങ്ങൾക്ക് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനോ ആയിട്ട് ഓഫർ ചെയ്യാവുന്നതാണ്. മറ്റ് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് വിൽക്കുക എന്നുള്ളത്. റീയൂസബിൾ ബാഗ്സ്, ബോട്ടിൽസ്, ഇതൊക്കെ ഇപ്പോൾ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ ക്ലോത്ത് ബാഗ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ബോട്ടിൽസ്, എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെയാണ് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ടേബിൾ വയർ, ബാംബു പ്ലേറ്റ്സ്, കട്ട്ലറി, കമ്പോസ്റ്റബിൾ ആയിട്ടുള്ള ടേബിൾ വയറൊക്കെ ഇപ്പോൾ എക്കോ കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ ഇടയ്ക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫർ ചെയ്യാവുന്നതാണ്. മറ്റ് പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് പെറ്റ് സപ്ലൈസ്, അതായത് പെറ്റിൻ്റെ ഫുഡ്, ആക്സസറീസൊക്കെ വിൽക്കുക എന്നുള്ളത്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പെറ്റ് ഫുഡ്, ഗ്രൂമിങ് പ്രൊഡക്ട്സ്, ടോയ്സ്, മറ്റ് ആക്സസറീസൊക്കെ പെറ്റ് പാരൻസിന് ഡിമാൻഡിലുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കിടയിലേക്ക് സെല് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സാണിത്. എസ്പെഷ്യലി അർബൻ ഏരിയാസിലൊക്കെ ഇത്തരത്തിലുള്ള പെറ്റ് ഓണർഷിപ്പ് കൂടുന്ന സ്ഥിതിക്ക് നമുക്ക് പോപ്പുലറായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണിത്. അതുപോലെ തന്നെയാണ് പെറ്റ് ഹെൽത്ത് പ്രൊഡക്ട്സ്, പെറ്റിൻ്റെ സപ്ലിമെൻറ്റ്സ്, ഹൈജീൻ പ്രൊഡക്ട്സ്, നാച്ചുറൽ റെമഡീസൊക്കെ സെല് ചെയ്യുന്നതും. ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റേഷനറിയും ഓഫീസ് സപ്ലൈസുമാണ്. അതായത് ഹോം ഓഫീസിനായിട്ടുള്ള എർഗോണമിക് ആയിട്ടുള്ള ചെയർസ്, ഡെസ്ക്, ഓർഗനൈസേഴ്സ്, ഇതൊക്കെ വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് അധികമായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അതുപോലെ തന്നെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസ്. ഇപ്പോൾ പെയിൻറ്റിങ്, സ്ക്രാപ്പ് ബുക്കിംഗ്, DIY ക്രാഫ്റ്റ്സ് ഒക്കെ പിന്നെയും പോപ്പുലാരിറ്റിയിൽ വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിനും നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കറ്റും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് റീസെല്ലിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിലേക്കും എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ കോമ്പറ്റീഷൻ എന്നുള്ളതും നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എബിലിറ്റി, അതായത് ആ ഒരു മാർക്കറ്റിലേക്ക് കടക്കാനുള്ള നിങ്ങളുടെ കാപ്പബിലിറ്റി എത്രത്തോണ്ട് ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്കത് എത്രത്തോണ്ട് എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, സീസണൽ ഡിമാൻഡ് എന്തൊക്കെയാണെന്നുള്ളതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് ബിസിനസ് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും.